താഴ്വര ഭാഗം 10. താഴ്വരയിലെ കാലങ്ങളിലൂടെ ഒരു യാത്ര. ഉച്ച കഴിഞ്ഞുള്ള സൂര്യൻ്റെ സ്വർണ്ണപ്രഭയിൽ താഴ്വര മുങ്ങിക്കുളിച്ചു. അതിൻ്റെ വെളിച്ചം വിളഞ്ഞ പാടങ്ങളിൽ നീണ്ട നിഴലുകൾ വീഴ്ത്തുന്നു. ഒരിക്കൽ പച്ച നിറമായിരുന്ന വിളകൾ ഇപ്പോൾ സ്വർണ്ണ നിറത്തിൽ ആടിയുലയുന്നു. സമൃദ്ധമായ വിളവെടുപ്പിനായി അവയുടെ തണ്ടുകൾ കനത്തു. പച്ചയിൽ നിന്ന് മഞ്ഞയും കടും ചുമപ്പും നിറങ്ങളിലേക്കുള്ള പരിവർത്തനം ആരംഭിച്ച ഇലകളെ തഴുകിക്കൊണ്ട് താഴ്വരയിലൂടെ ഒരു മൃദുവായ കാറ്റ് മന്ത്രിച്ചു. മണ്ണിൻ്റെയും ധാന്യത്തിൻ്റെയും കൊഴിയാൻ കാത്തു നിൽക്കുന്ന അവസാന പൂക്കളുടെയും സുഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ചുറ്റുമുള്ള സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ലാമി താഴ്വരയിലൂടെ അലഞ്ഞു നടന്നു. അവളുടെ നഗ്നമായ പാദങ്ങൾ ചൂടുള്ള മണ്ണിലേക്ക് ചെറുതായി ആഴ്ന്നിറങ്ങി. ഗോതമ്പിൻ്റെ ഉയരമുള്ള തണ്ടുകളിൽ അവൾ വിരലുകൾ മീട്ടി. അവയുടെ മൃദുവായ കുറ്റിരോമങ്ങൾ അവളുടെ ചർമ്മത്തെ ഇക്കിളിപ്പെടുത്തുന്നത് അവൾ അനുഭവിച്ചു. ഇലകൾ നിറം മാറാൻ തുടങ്ങിയ ഒരു മരത്തിനരികിൽ അവൾ നിന്നു. കടും ചുവപ്പായി മാറിയ ഒരു ഇല അവൾ പറിച്ചെടുത്തു. സൂര്യപ്രകാശം അതിൻ്റെ സൂക്ഷ്മമായ സിരകളിലൂടെ അരിച്ചിറങ്ങുന്നത് നോക്കിക്കൊണ്ട് അവൾ അത് വിരലുകൾക്കിടയിൽ കറക്കി. പ്രകൃതിയുടെ സൂക്ഷ്മമായ മാറ്റങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ജിജ്ഞാസ കൊണ്ട് തിളങ്ങി. അവൾ കാറ്റിൻ്റെ മൃദുലമായ മർമ്മരം ശ്രദ്ധിച്ചു. താഴ്വര തന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഒരിക്കൽ ഉന്മേഷഭരിതമായിരുന്ന പൂക്കൾ ഇപ്പോൾ ചെറുതായി വാടി. അനിവാര്യമായ വീഴ്ചയ്ക്ക് അവയുടെ ദളങ്ങൾ തയ്യാറെടുക്കുന്നു. എന്നിരുന്നാലും അവയുടെ വാടിപ്പോകലിലും ആകർഷകമായ ഒരു സൗന്ദര്യം അവൾക്ക് അവയിൽ കാണാൻ കഴിഞ്ഞു. അവൾ കൂടുതൽ മുന്നോട്ട് നടക്കുമ്പോൾ വയലിൻ്റെ അരികിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരത്തിൽ അവളുടെ നോട്ടം പതിഞ്ഞു. അതിൻ്റെ ഇലകൾ പകുതിയും വീണുപോയിരിക്കുന്നു. അതിൻ്റെ ശാഖകൾ തുറന്ന കൈകൾ പോലെ ആകാശത്തേക്ക് നീണ്ടു. അതിൽ പറ്റിപ്പിടിച്ച ബാക്കിയുള്ള ഇലകൾ കൊഴിയാൻ തയ്യാറായി നിൽക്കുന്നു. മരത്തിൻ്റെ ഒരു ശാഖയിൽ അപകടകരമായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കിളിക്കൂട് ലാമിയുടെ കണ്ണിലുടക്കി. കാറ്റിൻ്റെ ഓരോ ശ്വാസത്തിലും അത് ആടിക്കൊണ്ടിരുന്നു. ഏതു നിമിഷവും അത് താഴെ വീണു പോകുമെന്ന് തോന്നി. അവൾ ആ കൂടിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കൂട്ടിനുള്ളിലെ ചെറിയ ചലനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആശങ്കയുടെ ഒരു മിന്നൽ അവളുടെ മുഖത്ത് അലയടിച്ചു. പറക്കാനുള്ള പ്രായമെത്താത്ത 3 കിളിക്കുഞ്ഞുങ്ങൾ. അവയുടെ കൊക്കുകൾ ചെറുതായി തുറന്നിരുന്നു. അവ മൃദുവായി ചിലച്ചു. കാണാവുന്ന ദൂരത്തെങ്ങുമില്ലാത്ത അവരുടെ അമ്മയെ വിളിച്ചു കരഞ്ഞു. അവളുടെ ഹൃദയം പിടഞ്ഞു. കൂട് വീണാൽ അവ അതിജീവിക്കില്ല. രണ്ടാമതൊന്ന് ചിന്തിക്കാതെ മുന്നോട്ട് നടന്ന് അവൾ മരത്തിൻ്റെ പരുക്കൻ പുറംതൊലിയിൽ കൈകൾ വെച്ചുകൊണ്ട് ഒരു ദീർഘനിശ്വാസമെടുത്ത് അതിലേക്ക് കയറാൻ തുടങ്ങി. അവൾ കുട്ടിക്കാലത്ത് നിരവധി മരങ്ങളിൽ കയറിയിരുന്നു. പക്ഷേ ഇത് കൂടുതൽ ഉയരമുള്ളതും ശാഖകൾ കനം കുറഞ്ഞതുമായിരുന്നു. ഓരോ ശാഖയിലും ബലമായി പിടിച്ച് ശ്രദ്ധയോടെ അവൾ മുകളിലേക്ക് കയറി. വിറയ്ക്കുന്ന കൂടിനരികിലെത്തിയപ്പോൾ കാറ്റ് അവളുടെ മുടിയിൽ തഴുകി. അടുത്തെത്തിയപ്പോൾ ചെറിയ പക്ഷികളെ അവൾക്ക് കൂടുതൽ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. പേടിച്ചരണ്ട അവയുടെ ദുർബലമായ ചിറകുകൾ ചെറുതായി വിറയ്ക്കുന്നു. ലാമി ശ്രദ്ധാപൂർവം കൂടെടുത്ത് 2 ശാഖകൾക്കിടയിൽ കൂടുതൽ ആഴത്തിൽ തിരുകി സുരക്ഷിതമാക്കി. അവളുടെ കൈവിരലുകൾ ചെറുതായി വിറച്ചു. ഭയമുണ്ടായിരുന്നെങ്കിലും പക്ഷികൾ സുരക്ഷിതരായപ്പോൾ ലാമിക്ക് ആശ്വാസമായി. അവൾ അവയെ നോക്കി ചിരിച്ചു. ഇനി പേടിക്കണ്ട, അമ്മ വരുന്നതുവരെ ഇവിടെ സുരക്ഷിതമായിരിക്കാം. പക്ഷിക്കുഞ്ഞുങ്ങൾ ലാമിയെ നോക്കി ചിലച്ചു. അവൾ അവരെ രക്ഷിച്ചതിന് നന്ദി പറയുന്നത് പോലെ തോന്നി. എടി, അവരുടെ ശാന്തമായ സംഭാഷണത്തെ തകർത്തുകൊണ്ട് ഒരു മൂർച്ചയുള്ള ശബ്ദം. നീ എന്താണ് അവിടെ ചെയ്യുന്നത്? ശബ്ദം കേട്ട് ഞെട്ടിയ ലാമി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ ഹൃദയത്തിൽ ഒരു മിന്നൽ വീണു. പെട്ടെന്നുള്ള ചലനത്തിൽ അവളുടെ നിലതെറ്റി. പ്രതികരിക്കാൻ കഴിയുന്നതിന് മുമ്പ് അവൾ വഴുതി താഴേക്ക് വീണു. ഉണങ്ങിയ ഇലകൾ മൂടിയ താഴെയുള്ള പുല്ലിൽ ഒരു മൃദുവായ ഇടിയോടെ അവൾ നിലം പതിച്ചു. പെട്ടെന്നുള്ള വീഴ്ചയിൽ നിന്ന് അവളുടെ ശരീരം വേദനിച്ചതുകൊണ്ട് അവൾ ചെറുതായി ഞരങ്ങി. അന്തരീക്ഷത്തിൽ ഒരു പൊട്ടിച്ചിരി ഉയർന്നു. അവൾ കണ്ണു ചിമ്മി. കാഴ്ച തെളിഞ്ഞു. ഏതാനും അടി അകലെയായി ദായു നിൽക്കുന്നത് കണ്ടു. അവളുടെ വീഴ്ച കണ്ട് അവൻ ഉറക്കെ ചിരിക്കുവാണ്. അവൻ്റെ ഇരുണ്ട കണ്ണുകൾ ആനന്ദത്താൽ തിളങ്ങി. ലാമിക്ക് ദേഷ്യം വന്നു. അവൾ ഇലകൾ വാരി അവന് നേരെ എറിഞ്ഞു. ദായു കൈകൾ ഉയർത്തി കീഴടങ്ങലിന് തയ്യാറായി. അവൻ്റെ പൊട്ടിച്ചിരി ഒരു മന്ദഹാസമായി മാറി. അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അവൻ പറഞ്ഞു, നിന്റെ കൈയും കാലും ഓടിക്കാൻ നീ തന്നെ ഒരു വഴി കണ്ടെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ്റെ ശബ്ദത്തിൽ ആനന്ദവും ദേഷ്യവും നിറഞ്ഞിരുന്നു. ലാമി എഴുന്നേറ്റു. വസ്ത്രങ്ങളിലെ പുല്ലും ഇലകളും തട്ടിക്കുടഞ്ഞു. നീ എന്നെ പേടിപ്പിച്ചതുകൊണ്ടാണ്.
നീ അലറി വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വീഴില്ലായിരുന്നു. അവൾ കൈകൾ തുടച്ചുകൊണ്ട് തിരിച്ചടിച്ചു. ദായു പുരുകമുയർത്തി നിഷ്കളങ്കത നടിച്ചു. ഓ, അപ്പോൾ തെറ്റിപ്പോൾ എൻ്റേതായോ? അതെ, അവൾ ആക്രോശിച്ചു. ഞാൻ അവിടെ ഒരു നല്ല കാര്യം ചെയ്യുമായിരുന്നു. നല്ല കാര്യമോ? മരത്തിനു മുകളിലോ? ദായുവിന് പിന്നെയും ചിരി വന്നു. മരത്തിൽ നിന്നും എങ്ങനെ വീഴാമെന്ന് പരീക്ഷിച്ചതാണോ? ലാമി നിരാശയോടെ ഞെരങ്ങി. പിന്നെ ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു, ഞാൻ അവിടെ പക്ഷികളെ സഹായിക്കുമായിരുന്നു. അവയുടെ കൂട് കാറ്റത്ത് താഴെ വീഴാറായി. ദായു മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി. ശാഖകൾക്കിടയിൽ സുരക്ഷിതമായി വെച്ചിരിക്കുന്ന കൂട് കണ്ടു. അവൻ്റെ ചിരി മൃദുവായ ഒരു യഥാർത്ഥ പുഞ്ചിരിയായി മാറി. നീ അവർക്ക് വേണ്ടി മാത്രമാണോ ഇത്രയും മുകളിലേക്ക് കയറിയത്? ലാമി തലയാട്ടി. അതെ, അവരെ സഹായിക്കാൻ ആരുമില്ല. ഒരു നിമിഷം അവൻ നിശബ്ദനായി. അവൾക്ക് വായിക്കാൻ കഴിയാത്ത ഭാവത്തോടെ അവളെ നോക്കി. തലകുലുക്കി അവൾ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിച്ചു. പിന്നെ പതിയെ പറഞ്ഞു, അവർക്ക് നീയുണ്ടല്ലോ. നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂ. അവൾ ദേഷ്യം പിടിച്ച് തിരിഞ്ഞു നടന്നു. പിന്നിൽ നിന്നും ദായു വിളിച്ചു ചോദിച്ചു, വേദനിച്ചോ? അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നോക്കാതെ നടന്നു. ദായു ഓടി അവളുടെ അടുക്കലെത്തി. അവളുടെ ഒപ്പം നടന്നു. താഴ്വരയിലെ കാറ്റ് അവർക്കിടയിൽ പാഞ്ഞു. അവർ ഒരുമിച്ച് നടക്കുമ്പോൾ അവളുടെ തോളിൽ അവൻ തോളുകൊണ്ടിടിച്ചു. ഏറ്റവും ലളിതമായ ആംഗ്യങ്ങളിൽ ഒരു നിശബ്ദ ക്ഷമാപണം. അവളുടെ ദേഷ്യമൊരുകുന്നത് അവൾ അറിഞ്ഞു. അവൾക്ക് ചിരി വന്നു. ദായുവിന് ആശ്വാസമായി. അടുത്ത തവണ നീ ആരെയെങ്കിലും രക്ഷിക്കാൻ പോകുമ്പോൾ കുറച്ചുകൂടെ സുരക്ഷിതമായി ഒരു വഴി തിരഞ്ഞെടുക്കുമോ? ദായു ചോദിച്ചു. നീ എന്നെ പിന്നിൽ നിന്ന് വന്ന് പീഡിപ്പിക്കാതിരുന്നാൽ മതി, ലാമി മറുപടി പറഞ്ഞു. അസ്തമയ സൂര്യൻ്റെ സ്വർണ്ണ വെളിച്ചം അവരെ ചുറ്റിപ്പിടിച്ചു. ചുറ്റുമുള്ള ലോകം വൈകുന്നേരത്തിൻ്റെ ശാന്തമായ ആലിംഗനത്തിൽ ഇഴയുമ്പോൾ എപ്പോഴും എന്നതുപോലെ അവർ താഴ്വരയിലൂടെ അടുത്തടുത്തായി നീങ്ങി. ശരത്കാലത്തിൻ്റെ ആദ്യകാല വർണ്ണങ്ങളിൽ വരച്ച താഴ്വര അവരുടെ മുന്നിൽ അനന്തമായി പരന്നു കിടന്നു. വിശാലമായ വയലുകളുടെ ഒരു വിസ്തൃതി, കാറ്റിൽ ഇലപൊഴിക്കുന്ന മരങ്ങൾ, ഇടയ്ക്കിടെ ആടുന്ന കാട്ടുപൂക്കളുടെ പുഞ്ചിരി. അവർ നടക്കുമ്പോൾ സൂര്യപ്രകാശം മൃദുവായ വെളിച്ചത്തിൽ എല്ലാത്തിനെയും കുളിപ്പിച്ചു. നിലത്ത് നീണ്ട നിഴലുകൾ വീഴ്ത്തി. ലാമി അനായാസമായ ഭംഗിയോടെ നീങ്ങി. അവളുടെ ചുവടുകൾ മന്ദവും പ്രകാശിതവുമായിരുന്നു. ഓരോ ചലനവും അവൾ വളരെയധികം സ്നേഹിച്ച താഴ്വരയ്ക്കുള്ള ഒരു സ്നേഹസമ്മാനമായിരുന്നു. അവളുടെ വസ്ത്രത്തിൻ്റെ അരികുകൾ കാറ്റിൻ്റെ കളിയായ സ്പർശനത്തിനൊപ്പം നൃത്തം ചെയ്തു. മൃദുവും കൗതുകകരവുമായ അവളുടെ വിരലുകൾ ഒരു പഴയ സുഹൃത്തിനെ അഭിവാദ്യം ചെയ്യുന്നത് പോലെ അവൾ കടന്നുപോകുന്ന ഓരോ ശാഖയിലും ഇലയിലും പുൽക്കൊടികളിലും ഉരഞ്ഞു. ഓറഞ്ചും കറുപ്പും കലർന്ന തിളക്കമുള്ള നിറഭേദങ്ങളിൽ വരച്ച ഒരു ചിത്രശലഭം അവളെ കടന്നുപോയി. മരങ്ങളുടെ ആലിംഗനത്തിലേക്ക് അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് വായുവിൽ അത് നൃത്തം ചെയ്തു. ദായു നിശബ്ദമായി അവളെ നോക്കി. ആകാശത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന നിറങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ അവളുടെ കണ്ണുകൾ തിളങ്ങി. ഒരു രഹസ്യമായി വിരിയുന്ന പുഞ്ചിരിയിൽ അവളുടെ ചുണ്ടുകൾ വിടർന്നു. അവളിൽ എന്തോ ഒരു മാന്ത്രിക ശക്തി ഉള്ളതായി അവന് തോന്നി. ചുറ്റുമുള്ള എല്ലാത്തിനെയും ഉത്തേജിപ്പിക്കുന്ന ഒരു ശക്തി. മന്ദഹസിക്കുന്ന കാറ്റിനെതിരെ മൃദുവായി പിറുപിറുക്കുന്ന ശബ്ദത്തിൽ അവൻ ചോദിച്ചു, ഈ താഴ്വരയിലുള്ള എല്ലാത്തിനെയും നീ എങ്ങനെയാണ് ഇത്രയധികം സ്നേഹിക്കുന്നത്? ലാമി അവനിലേക്ക് തിരിഞ്ഞു. അവളുടെ കണ്ണുകൾ സൂര്യൻ്റെ ആദ്യ കിരണങ്ങളേറ്റ പ്രഭാതത്തിലെ മഞ്ഞുപോലെ തിളങ്ങി. എനിക്കിഷ്ടമാണ് എല്ലാത്തിനോടും, അവൾ സൗമ്യമായി മറുപടി പറഞ്ഞു. എല്ലാ മരങ്ങളെയും, എല്ലാ പുൽക്കൊടികളെയും, ഇവിടുത്തെ ഏറ്റവും ചെറിയ ജീവികളെപ്പോലും. ഈ താഴ്വര അവയെയെല്ലാം ഒരമ്മയെപ്പോലെ ചേർത്ത് പിടിക്കുന്നു. എനിക്കെങ്ങനെ അതിനെ സ്നേഹിക്കാതിരിക്കാനാകും? ദായു ചെറുതായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിലത്തു വീഴുന്ന ഈ ചെറിയ ഇലകളെപ്പോലും? അവൾ ഒരു നിമിഷം നിർത്തി. കുനിഞ്ഞ് ഒരു പഴയ മരത്തിൽ നിന്ന് മടർന്നു വീണ ഉണങ്ങിയ തവിട്ട് നിറമുള്ള ഒരു ഇലയെടുത്തു. അത് വിരലുകൾക്കിടയിൽ പിടിച്ച് അവൾ അതിനെ സൗമ്യമായി തടവി. അതിൻ്റെ അരികുകൾ ഉണങ്ങി ചുരുണ്ടിരുന്നു. ഈ ഉണങ്ങിയ ഇലയെപ്പോലും, അവൾ മൃദുവായി പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ ഒരു നിശബ്ദമായ ആദരവുണ്ടായിരുന്നു. ഇതൊരിക്കൽ കാറ്റിൽ നൃത്തം ചെയ്തു, പക്ഷികളുമായി രഹസ്യങ്ങൾ പങ്കുവച്ചു, ആവശ്യമുള്ളവർക്ക് തണൽ നൽകി. ഇപ്പോൾ വീണ്ടും ജീവൻ നൽകാൻ ഭൂമിയിലേക്ക് മടങ്ങുന്നു. അത് മനോഹരമല്ലേ? അവൻ്റെ നെഞ്ചിൽ അപരിചിതമായ ഒരു ചൂട് വിരിഞ്ഞു. അവൾ കാണുന്നത് പോലെ ഈ ലോകത്തെ അവൻ ഒരിക്കലും നോക്കിയിട്ടില്ല. ചെറിയ കാര്യങ്ങളിൽ ഇഴചേർത്ത കഥകൾ കേൾക്കാൻ അവൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. മറ്റാരും കാണാത്ത വിധത്തിൽ നീ കാര്യങ്ങൾ കാണുന്നു,
അവൻ പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ അത്ഭുതത്തിൻ്റെ ഒരു സ്പർശമുണ്ടായിരുന്നു. ഉണങ്ങിയില വസ്ത്രത്തിൻ്റെ മടക്കുകൾ തിരുമ്മി ലാമി വെറുതെ ചിരിച്ചു. ഒരുപക്ഷെ നീ ഒരിക്കലും അവയെ ഇങ്ങനെ കാണാൻ ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കും, അവൾ പറഞ്ഞു. അവരുടെ ചുവടുകൾക്ക് തിടുക്കമില്ലാതെ അവർ മുന്നോട്ട് നടന്നു. അവരുടെ നിശബ്ദത അവരെ ചുറ്റിപ്പറ്റിയുള്ള പ്രകൃതിയുടെ ശാന്തമായ മൂളലിൽ നിറഞ്ഞു. ഒടുവിൽ അവർ ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തി. പ്രായത്തിനും ജ്ഞാനത്തിനും പേരുകേട്ട സുന്ദരവൃക്ഷമായിരുന്നു അത്. മങ്ങിയ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന സ്വർണ്ണ നിറമുള്ള ആൽവിരിപ്പഴങ്ങൾ നിറഞ്ഞ ശാഖകൾ. മിനുസമുള്ള തൊലിയുള്ള ആൽവിരിപ്പഴത്തിൽ താഴ്വരയിലെ മധുരത്തിൻ്റെ എല്ലാ സത്തും അടങ്ങിയിരിക്കുന്നു. തൻ്റെ കൈയെത്തുന്നതിന് അല്പം മുകളിൽ തൂങ്ങിക്കിടക്കുന്ന പഴുത്ത പഴം നോക്കാൻ കഴുത്തുയർത്തിയപ്പോൾ ലാമിയുടെ കണ്ണുകൾ ആവേശത്താൽ തിളങ്ങി. നോക്കൂ, ആൽവിരിപ്പഴം പഴുത്തിരിക്കുന്നു, അവൾ ആക്രോശിച്ചു. അവളുടെ ശബ്ദത്തിൽ കുട്ടികളുടേതുപോലുള്ള ആനന്ദം നിറഞ്ഞു. ദായു എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അവൾ മുകളിലേക്ക് ചാടി എളുപ്പത്തിൽ ഒരു പഴം പറിച്ചെടുത്തു. ഒരു വിലയേറിയ രത്നം കിട്ടിയതുപോലെ അത് കൈകളിൽ പിടിച്ചുകൊണ്ട് അവൾ ഒരു നിമിഷം അതിൻ്റെ സ്വർണ്ണത്തിളക്കം ആസ്വദിച്ചു. അതിൽ കടിച്ചപ്പോൾ അവളുടെ ചുണ്ടുകളിൽ ആനന്ദകരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. തേൻ കലർന്ന മധുരത്തിൻ്റെ സ്വാദ് ആസ്വദിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ അടഞ്ഞു. അവൾ സംതൃപ്തിയോടെ മൂളി. പഴച്ചാർ അവളുടെ ചുണ്ടിലൂടെ ഒഴുകി. വിരൽത്തുമ്പിൽ നിന്ന് ഒരു തുള്ളി നീര് നക്കി. പകുതി കടിച്ച പഴം നീട്ടി അവൾ അവൻ്റെ നേരെ തിരിഞ്ഞു. ഇതാ, കഴിച്ചു നോക്ക്, ഇതിന് താഴ്വര പോലെ രുചിയുണ്ട്. ദായു ഒരു പുരികമുയർത്തി. ഇത് നീ കടിച്ചതല്ലേ, ഇനി ഞാൻ കഴിക്കാനോ? അവൾ കൈ പിൻവലിച്ചുകൊണ്ട് പരിഹാസത്തോടെ പറഞ്ഞു. ഓ, ഞാൻ കടിച്ചതിൻ്റെ ബാക്കി കഴിക്കാൻ വയ്യെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം. അതും പറഞ്ഞ് അവൾ അത് വീണ്ടും കഴിക്കുവാനായി തുടങ്ങുമ്പോൾ ദായു നാടകീയമായി നെടുവീർപ്പിട്ടു. അവൾക്ക് നേരെ പഴത്തിനായി കൈനീട്ടി. കളിയാക്കിയുള്ള ഒരു ചിരിയോടെ അവൾ അത് അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അവൾ കടിച്ച ഭാഗത്തു നിന്നും ഒരു കഷ്ണം കടിച്ചെടുത്തു. മാംസം അവൻ്റെ നാവിൽ മുട്ടിയ നിമിഷം സ്വർണ്ണമധുരത്തിൻ്റെ ഒരു പ്രവാഹം അവൻ്റെ ഇന്ദ്രിയങ്ങളെ നിറച്ചു. അതവൻ മുമ്പ് കഴിച്ച പഴങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ലാമി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. പഴത്തെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാനാണ് അവൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ ദായു അല്പം ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു. മോശമല്ല. ലാമിയുടെ മുഖമിരുണ്ട്. മോശമല്ലെന്നോ? നിനക്കത്രയേ തോന്നിയുള്ളൂ? അവൻ്റെ കണ്ണുകളിൽ ഒരു ചിരി വിടർന്നു. അവളുടെ മുഖത്തിനടുത്തേക്ക് വളഞ്ഞു നിന്നുകൊണ്ട് അവൻ പറഞ്ഞു. നീ കടിച്ചതുകൊണ്ടാകാം ഞാൻ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും മധുരമുള്ള അൽവിരിപ്പഴം ഇതാണ്. ലാമിയുടെ മുഖം നാണം കൊണ്ട് വിടർന്നു. അവൾ അവൻ്റെ കൈകൾ പിടിച്ചുയർത്തി പഴത്തിൽ നിന്നും ഒരു കടി കൂടെ എടുത്തു. പഴം പങ്കിട്ട് കഴിച്ചുകൊണ്ട് അവർ വീണ്ടും മുന്നോട്ട് നടന്നു. അവർ നടന്ന് പർവ്വതങ്ങളുടെ ചരിവിലെത്തി. അവിടെ എത്തിയപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ പർവ്വതത്തിൻ്റെ ചരിവിലേക്ക് ഓടിക്കയറി. നൊടിയിടയിൽ 2 പാറകൾ ചാടിക്കടന്ന് അവൾ അല്പം മുകളിലെത്തി. ദായു ക്ഷീണിതമായി ഒരു നെടുവീർപ്പിട്ടു. ലാമി, താഴേക്കിറങ്ങ്, അവൻ വിളിച്ചു പറഞ്ഞു. അവൾ അവൻ്റെ നേരെ തിരിഞ്ഞു. അവനെ നോക്കി കളിയായി പുഞ്ചിരിച്ചു. കയറി വരൂ, ഇതൊരു ചെറിയ കയറ്റമാണ്. അവൻ അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. കഴിഞ്ഞ തവണ നീ മരത്തിൽ നിന്ന് വീണ്, ഇനി മലയിൽ നിന്ന് വീഴാനാണോ? അവൾ ചിരിച്ചുകൊണ്ട് കുറച്ചുകൂടി മുകളിലേക്ക് കയറി. അത് ഞാൻ പക്ഷിക്കുഞ്ഞുങ്ങളെ രക്ഷിക്കുവല്ലായിരുന്നു. ഇപ്പോൾ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. നീ മലയെ രക്ഷിക്കുവാണോ? അവൾ അവൻ്റെ നേരെ നാവ് നീട്ടി. ഞാൻ എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയാണ്. ദായു നിസ്സഹായനായി തലയാട്ടി. അവൻ്റെ എതിർപ്പുകളെ വകവയ്ക്കാതെ അവൾ കുറച്ചുകൂടി മുകളിലേക്ക് കയറി. മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ദായു അവളെ പിന്തുടർന്നു. മുകളിലേക്ക് കയറിയ ലാമി ഒരു പാറയുടെ വരമ്പിലെത്തി. നിലത്തുനിന്ന് അധികം ഉയരത്തിലല്ല, എന്നാൽ താഴെയുള്ള താഴ്വരയുടെ അതിശയിപ്പിക്കുന്ന കാഴ്ച നൽകാൻ മാത്രം ഉയരത്തിൽ. പഴത്തിൻ്റെ അവസാന കടി കഴിക്കുമ്പോൾ ലാമി ഒരു പാറയിലിരുന്ന് കാലുകൾ താഴേക്കിട്ട് അലക്ഷ്യമായി ആട്ടിക്കൊണ്ടിരുന്നു. മുകളിലേക്ക് കയറി വന്ന ദായു അവളുടെ അരികിലായിരുന്നു. താഴ്വരയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ലാമി ചോദിച്ചു. കണ്ടോ നമ്മുടെ താഴ്വര? മനോഹരമല്ലേ? അവൻ്റെ നോട്ടം താഴ്വരയിലേക്ക് പാഞ്ഞു. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. ഇത്രയും കാലത്തിനിടയിൽ താഴ്വരയുടെ സൗന്ദര്യം ഇത്രയും പൂർണ്ണമായി അവൻ ആസ്വദിച്ചിട്ടില്ലായിരുന്നു. പല നിറങ്ങൾ കൊണ്ട് വരച്ച ഒരു ചിത്രം പോലെ അത് സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിന്നു. വിളഞ്ഞ ഗോതമ്പിൻ്റെയും കാട്ടുപൂക്കളുടെയും വേനൽമഴയുടെ നേരിയ സൂചനയും ചൂടുള്ള കാറ്റിലുണ്ടായിരുന്നു.
അവൻ്റെ മനസ്സ് അത്ഭുതവും സന്തോഷവും കൊണ്ട് നിറഞ്ഞു. അവൻ തിരിഞ്ഞ് ലാമിയെ നോക്കി. സൂര്യപ്രകാശം അവളുടെ മുഖത്തിന് കൂടുതൽ തിളക്കം നൽകി. അവളുടെ ചുണ്ടുകളിൽ ആൽവിരിപ്പഴത്തിൻ്റെ മധുരമുള്ള മണം നിറഞ്ഞു നിന്നു. അവളുടെ മുടി കാറ്റിൽ സൗമ്യമായി ഇളകി. ഇത്രയും ഭംഗിയുണ്ടായിരുന്നു. അവൻ പിറുപിറുത്തു. പക്ഷെ അവൻ ഉദ്ദേശിച്ചത് താഴ്വരയെയാണോ അതോ അവളെയാണോ എന്ന് അവന് പൂർണ്ണമായും ഉറപ്പില്ലായിരുന്നു. ലാമി തല ചായ്ച്ച് അവനെ നോക്കി. നിനക്കറിയാമോ, അവൾ അവളുടെ ചെവിക്ക് പിന്നിൽ അലഞ്ഞിരുന്ന മുടി തടവിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ഒപ്പം ഇവിടെ ഇരുന്ന് ഈ കാഴ്ചകൾ ആസ്വദിക്കുന്നത് എത്രത്തോളം സന്തോഷമുള്ള കാര്യമാണെന്ന്. ദായുവിൻ്റെ മനസ്സിൻ്റെ സന്തോഷം അവൻ്റെ വാക്കുകളിൽ കൂടി പുറത്തു വന്നു. നിന്റെ ഒപ്പം ഈ കാഴ്ചകൾ കാണാൻ ഞാൻ എന്നും ഉണ്ടാകും. ദായു അവളുടെ കൈകളിൽ പിടിച്ചു. ലാമി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. സൂര്യൻ അസ്തമിച്ചു. ആകാശം ഓറഞ്ചും കടും ചുവപ്പും നിറങ്ങൾ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ താഴ്വര അവരുടെ മുന്നിൽ അനന്തമായി നീണ്ടുകിടക്കുമ്പോൾ അവർ പരസ്പരം ചേർന്നിരുന്നു. അവരുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം നിറഞ്ഞു നിന്നു.